ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഡിവൈഎഫ്ഐ നേതാവ് മാലിന്യം വലിച്ചെറിഞ്ഞ സംഭവത്തിൽ കേസില്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് UDF സമരത്തിലേക്ക്. ഡിവൈഎഫ്ഐ നേതാവ് പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞ് നാട്ടുകാരുടെ പരാതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായി UDFന്റെ ആരോപണം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ CPM നേതാവിന്റെ കാറിലാണ് ഡിവൈഎഫ്ഐ നേതാവ് മാലിന്യം കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞതെന്നാണ് പരാതി. നാട്ടുകാർ CCTV ദൃശ്യം അടക്കം പഞ്ചായത്തിൽ പരാതിപ്പെടുകയും പഞ്ചായത്ത് സെക്രട്ടറി വണ്ടിയുടെ ഉടമസ്ഥനെ കണ്ടെത്തുന്നതിനു വേണ്ടി വണ്ടി നമ്പർ സഹിതം ആലുവ വെസ്റ്റ് പോലീസിൽ പരാതിയും നൽകിയിരുന്നു. എന്നാൽ വണ്ടിയുടെ രജിസ്ട്രേഡ് ഓണർ CPM നേതാവ് ആണെന്നാണ് പറയുന്നത്. ചില ആളുകളോട് സോഫ്റ്റ് സമീപനം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ച് അത് ഒരു നിഷ്പക്ഷമായ തീരുമാനത്തിലേക്കല്ല പോകുന്നു. ഒരു രാഷ്ട്രീയ സ്വാധീനം വെച്ച് നടത്തുന്ന ഈ പ്രവണതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായാണ് UDFന്റെ നേതൃത്വത്തിൽ ഈ സമരം നടത്തുന്നത്. പ്രതിയെ ഉടനടി അത് വിളിച്ചു വരുത്തി പരമാവധി ഫൈൻ ഈടാക്കണമെന്നുള്ളതാണ് UDFന്റെ ആവശ്യം. അതിനെതിരെ ഞങ്ങൾ ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഏത് തരത്തിൽ വേണമെങ്കിലും പോകാൻ തയ്യാറായി തന്നെയാണ് സമരവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇവിടെ മന്ത്രിയുടെ ഒരു അദാലത്ത് എന്നൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു. ആ പ്രവർത്തനത്തിൽ നടത്തിയതിൻ്റെ 1.4 ലക്ഷം രൂപ ഈ പഞ്ചായത്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ പറഞ്ഞത് വളരെ വ്യക്തമായ കാര്യമാണ്. നമുക്കറിയാം, വലിച്ചെറിയൽ മുക്ത കേരളം, മാലിന്യമുക്ത കേരളം എന്നെല്ലാം പറഞ്ഞ് ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് പഞ്ചായത്ത് തലങ്ങളിൽ വലിയ വിപുലമായ പരിപാടികളോട് കൂടിയാണ് ഇവിടെ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മാലിന്യം വലിച്ചെറിയുന്ന CPM നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാതെ അത് സ്വന്തം പാർട്ടിക്കാരായതുകൊണ്ട് അത് മുക്കിവെക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റും അതിന് കൂട്ടുനിൽക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിക്കുമെതിരെയുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഇതോടെ പ്രസിഡന്റ് ഇടപെട്ട് ഇപ്പോൾ കേസ് ഒതുക്കിയിരിക്കുകയാണെന്നാണ് ആരോപണം. കരുമല്ലൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി CPMന്റെ അടിമയായി പ്രവർത്തിക്കുകയാണെന്നാണ് UDF പറയുന്നത്. സാധാരണക്കാരായ പാവപ്പെട്ടവർ അറിവില്ലായ്മ കൊണ്ട് അബദ്ധത്തിൽ ഒരു കിറ്റ് വലിച്ചെറിഞ്ഞാൽ അവരെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി 5,000 മുതൽ 25,000 രൂപ വരെ പിഴ ചുമത്തിയ സംഭവം പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും ആരോപിക്കുന്നു. ഇത്രയും ഗുരുതരമായ സംഭവം ഉണ്ടായിട്ടും പഞ്ചായത്ത് സെക്രട്ടറി ഇപ്പോൾ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി. DYFI നേതാവിനെതിരെ നടപടിയെടുക്കാത്തതിനെതിരെ ശക്തമായ സമരപരിപാടിയുമായി UDF രംഗത്ത് വന്നിരിക്കുകയാണ്. പഞ്ചായത്തിൽ നടന്ന കുത്തിയിരിപ്പ് സമരം UDF പാർലമെന്ററി പാർട്ടി ലീഡർ A. മലി ഉദ്ഘാടനം ചെയ്തു. TM മുജീബ് അധ്യക്ഷത വഹിച്ചു. വികസന സ്ഥിരം സമിതി അധ്യക്ഷ ബീന ബാബു, അംഗങ്ങളായ EM അബ്ദുൽസലാം, K. ജോസഫ്, KM ലൈജു, സൂസൻ വർഗീസ്, നദീറ ബീരാൻ, മുഹമ്മദ് മെഹജൂബ് എന്നിവർ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പറവൂർ.